കുട്ടേട്ടൻ ഇതുവരെ എത്തിയില്ലേ? ഇല്ല, ഞാൻ വിളിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞേ, ഉടനെ എത്തും. ആ ഡ്രൈവറെ കിട്ടുമ്പോൾ നമുക്ക് പല പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷെ അയാളിങ്ങനെ സംസാരിക്കാതിരുന്ന നമ്മൾ എന്ത് ചെയ്യും? പഠിച്ച കള്ളന്മാരെയും നല്ല മനക്കെട്ടിയുള്ളവരെയും ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എത്ര ബുദ്ധിമുട്ടിയാലും നമുക്ക് വേണ്ട വിവരങ്ങൾ അയാളിൽ നിന്ന് ചികഞ്ഞെടുത്തേ പറ്റൂ. സോറി, ഞാൻ കുറച്ച് ലേറ്റായി പോയി. സാരമില്ല കുട്ടേട്ട, ഇരിക്കും. ഞങ്ങൾ ആ ഡ്രൈവറുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ വാ തുറന്നൊന്നും പറയുന്നില്ലല്ലോ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. യവനേക്കാൾ വലിയ വേന്ദ്രന്മാരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഉരുട്ടി സത്യം പറയിപ്പിച്ചിട്ടുണ്ട്. പിന്നെയാണ് യവൻ. അയാളെ ശാരീരികമായി ടോർച്ചർ ചെയ്തുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അതെ, മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തുന്നതായിരിക്കും ബുദ്ധി. എന്തായാലും ശ്രമം ഉപേക്ഷിക്കണ്ട. നമുക്ക് എല്ലാ വഴികളും നോക്കാം. ഏതെങ്കിലും ഒന്ന് വർക്ക്ഔട്ട് ആവാതിരിക്കില്ല. ഇത് നിനക്ക് തരുന്ന അവസാനത്തെ അവസരമാണ്. ഇനിയും നീ ഒന്നും പറയാൻ തയ്യാറായില്ലെങ്കിൽ നിന്നെ എൻകൗണ്ടർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാനൊന്നും പറയും നിങ്ങൾ കരുതണ്ട. അടങ്ങടാ, അടങ്ങ. മൈക്രോചിപ്പ് ഇതിൽ വെച്ചാൽ മതിയല്ലോ. വോയിസ് നമുക്ക് ക്ലിയർ ആയിരിക്കില്ലേ? എല്ലാം ക്ലിയർ ആയിരിക്കും. ഓക്കെ. ഇയാൾ എവിടെ നിന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇയാളുടെ മാത്രമല്ല, അടുത്തുള്ളവർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും.